നെൽസൺ മണ്ടേലയെ ഉദ്ധരിച്ച് അദ്ദേഹം എഴുതി, ചെയ്തു തീർക്കും വരെ എന്തും അസാധ്യമെന്ന് തോന്നും. സുഹൃത്തുക്കളെ, അത് സംഭവിച്ചിരിക്കുന്നു. സാധ്യമാക്കിയത് നിങ്ങളാണ്. ന്യൂയോർക്ക് സിറ്റി മേയർ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ ഡെമോക്രാറ്റിക് നോമിനിയായി ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ന്യൂയോർക്ക് മേയർ പദവിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് യാത്രയിലാണ് ഇന്ത്യൻ വംശജനായ 33-കാരൻ സൊഹ്റാൻ മംദാനി. ലൈംഗികാതിക്രമ ആരോപണത്തിന് പിന്നാലെ ന്യൂയോർക്ക് ഗവർണർ സ്ഥാനം രാജിവെച്ച ആൻഡ്രൂ ക്യൂമോയ്ക്കെതിരെയാണ് പ്രാഥമിക ഘട്ടത്തിൽ മംദാനി വിജയം നേടിയത്. വിജയിച്ചാൽ അമേരിക്കയിലെ ഏറ്റവും വലിയ നഗരത്തിന്റെ മേയർ കുപ്പായം അണിയുന്ന ആദ്യ മുസ്ലിം ആയിരിക്കും സൊഹ്റാൻ മംദാനി. ഇതിൽ ഒട്ടും യാദൃശ്ചികമായിരുന്നില്ല മംദാനിയുടെ വഴി. നേരത്തെ ന്യൂയോർക്കിലിരുന്ന് തിരുവനന്തപുരത്തിന്റെ മേയറായി ആര്യ രാജേന്ദ്രൻ തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ മംദാനി പങ്കുവച്ച എക്സ്പോസ്റ്റ് ഇതിന്റെ വഴിയടയാളമായിരുന്നു. ന്യൂയോർക്ക് സിറ്റിക്കും ഇതുപോലൊരു മേയർ വേണ്ടേ എന്നായിരുന്നു മംദാനി അന്ന് എക്സിൽ കുറിച്ചത്. ജപ്തി ഭീഷണി നേരിട്ടിരുന്ന സാധാരണക്കാർക്ക് വേണ്ടിയുള്ള നിയമ പോരാട്ടങ്ങൾ നടത്തിയാണ് മംദാനി ശ്രദ്ധയിലേക്ക് വരുന്നത്. 2020 ആദ്യമായി ജനപ്രതിനിധിയായി. ന്യൂയോർക്ക് നിവാസികളുടെ വാടക മരവിപ്പിച്ചതുൾപ്പെടെ സൗജന്യ ബസ് യാത്രാ സൗകര്യം, ആഗോള ശിശുക്ഷേമമടക്കം മംദാനിയുടെ നയങ്ങൾ ശ്രദ്ധ നേടിയിരുന്നു. പാരമ്പര്യവാദികളുടെ കണ്ണിലെ കരടാണ് മംദാനി. ഗാസയിലെ ഇസ്രയേൽ ആക്രമണത്തെ ശക്തമായി അപലപിച്ചു ഇസ്രയേലിന്റേത് കൂട്ടവംശഹത്യയാണെന്ന നിലപാടെടുത്ത നേതാവ്. നെതന്യാഹു ന്യൂയോർക്ക് സന്ദർശിച്ചാൽ എന്തു ചെയ്യുമെന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ഒരു ബ്രിട്ടീഷ് മാധ്യമപ്രവർത്തകൻ ചോദിച്ചപ്പോൾ ന്യൂയോർക്കിൽ കാലുകുത്തിയാൽ മേയർ എന്ന നിലയിൽ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യുമെന്ന് മംദാനി നിലപാടെടുത്തു. ജൂതവിരുദ്ധമെന്ന് പാരമ്പര്യവാദികളും ജൂത നേതാക്കളും ആരോപിച്ച ഗ്ലോബലൈസ് ദ ഇൻതിഫാദ എന്ന മുദ്രാവാക്യത്തോടും മംദാനി ഐക്യപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ മുസ്ലിം സ്വത്വവും പലസ്തീൻ അനുകൂല നിലപാടും ഉയർത്തി ജൂതവിരുദ്ധനെന്ന് പ്രതിപക്ഷം വിമർശിച്ചപ്പോൾ തന്റെ നിലപാട് US ഇസ്രയേൽ സർക്കാരുകളുടെ നയത്തിനെതിരെയാണെന്നും ജൂതന്മാർക്കെതിരെയല്ലെന്നും മംദാനി പ്രഖ്യാപിച്ചു. 100% കമ്മ്യൂണിസ്റ്റ് ഭ്രാന്തൻ എന്നാണ് തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ സൊഹ്റാൻ മംദാനിയെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധിക്ഷേപിച്ചത്. അമേരിക്കയിൽ ട്രംപ് ഭരണകൂടത്തിന്റെ ഫെഡറൽ ഏജൻസികൾ വൻ നഗരങ്ങളിൽ റെയ്ഡുകൾ സംഘടിപ്പിച്ചപ്പോൾ അതിനെതിരെ തെരുവിലിറങ്ങി ട്രംപ് നടപടികളെ ഫാസിസം എന്ന് വിശേഷിപ്പിച്ച മംദാനി അന്ന് തന്നെ ട്രംപ് വിരുദ്ധനായി അടയാളപ്പെടുത്തപ്പെട്ടിരുന്നു. പലസ്തീൻ അനുകൂല നിലപാടും ഇസ്രയേലിന്റേത് വംശഹത്യ എന്ന വിമർശനവും ട്രംപിന് മംദാനിയോടുള്ള അലോസരം ഇരട്ടിപ്പിച്ചു. ഗുജറാത്തിൽ മുസ്ലിങ്ങളുടെ കൂട്ടക്കൊല ആസൂത്രണം ചെയ്ത നേതാവാണ് മോദി. ബെഞ്ചമിൻ നെതന്യാഹുവിനെ പോലെ തന്നെയാണ് മോദിയെയും കാണേണ്ടത്. അയാൾ ഒരു യുദ്ധ കുറ്റവാളിയാണെന്നും മംദാനി പറയുന്ന വീഡിയോയും ഇതിനകം സാമൂഹിക മാധ്യമങ്ങളിൽ ചർച്ചയായിട്ടുണ്ട്. ഇന്ത്യൻ അമേരിക്കൻ ചലച്ചിത്ര പ്രവർത്തക മീര നായരുടെയും ഇന്ത്യയിൽ ജനിച്ച ഉഗാണ്ടൻ മാർക്സിസ്റ്റ് സ്കോളർ മഹ്മൂദ് മംദാനിയുടെയും മകനുമായ ഈ 33-കാരൻ യുദ്ധവിരുദ്ധ, ഫാസിസ്റ്റ് വിരുദ്ധ അമേരിക്കൻ മുഖമായി ലോകത്തിനു മുന്നിൽ മാറിക്കൊണ്ടിരിക്കുന്നു.